ആ മോൾ ഇത്ര നേരത്തെ എണീറ്റ് കുളിച്ചോ? എന്തിനാ മോൾ ഇത്ര നേരത്തെ എണീറ്റേ? കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നില്ലേ? കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? ഇവിടെ അമ്മയ്ക്ക് ചെയ്യാനുള്ള പണിയൊക്കെയല്ലേ ഉള്ളൂ. മോള് പോയി കിടന്നു. ചെല്ലു മോളെ, പോയി കിടന്നോ? ആ മോളെ, ഇത് അമ്മ ഇവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടേ. മോള് പോകുമ്പോ ഇതും കൂടെ എടുത്തോട്ടോ. അവനും കൊടുത്തേ, മോളും കുടിച്ചോട്ടോ. ഓ എൻ്റെ രമേ, എൻ്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന ആ സാധനം ഉണ്ടല്ലോ, കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. മൂട്ടി വെയിൽ തട്ടുന്നവരെ കിടന്നുറങ്ങും. എന്നിട്ട് കണ്ണും തിരുമ്മിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി വരും. നിനക്കറിയാലോ, ഞാൻ കുളിക്കാണ്ടോ നനയ്ക്കാണ്ടോ അടുക്കളയിൽ കയറി സാധനം തൊടത്തില്ല. ഇനി എന്തൊക്കെ കാണുന്നുണ്ട് ദൈവമേ. എന്റെ കുഞ്ഞായി, ഇതൊക്കെ എന്തിനാ മോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? അമ്മ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ അമ്മേനെ കൂടെ വിളിക്കണമെന്ന്? മോൾ ഇതൊന്നും ചെയ്യണ്ടെങ്കിൽ തന്നെ. ഇവിടെ ഫുള്ള് മാറാലും പൊടിയൊക്കെ ഉള്ളതാ. മോൾക്ക് അലർജി തുമ്മലൊക്കെ വരും. മോൾ അവിടെ എങ്ങനെയും പോയിരുന്നേ. ഇതൊക്കെ അമ്മ ചെയ്തോളാം കേട്ടോ. എൻ്റെ രമേ, ആ പെണ്ണിനൊരു വൃത്തിയില്ല, ഒരു മെനയും ഇല്ല. അവരുടെ റൂമിലോട്ടൊന്ന് കയറി നോക്കണമെങ്കിൽ അടിച്ച് വാരി അങ്ങ് ഇട്ടേക്കുക. നിനക്കറിയാലോ ഞാൻ എങ്ങനെ കൊണ്ടുവരുന്ന എൻ്റെ അടുക്കളയാണെന്ന്. ഇപ്പോൾ ഒന്ന് കാണണം. തൂക്കത്തുമില്ല തുടക്കത്തുമില്ല, ഇങ്ങനെ ഇട്ടേക്കുക. എന്തേലും ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയ വായി വെക്കാൻ കൊള്ളത്തില്ല. ഒരു രുചിയില്ലാത്ത ഭക്ഷണം അവൾ ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാനാ, എൻ്റെ മോൻ്റെ ഒരു വിധി. ആ മോളെ, ഇവിടെ വന്നിരിക്കും മോളെ. ഞാനും ഇവനോട് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. ഇവൻ്റെ ഒരു കാര്യമേ, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മോളെ. മോൾ അടുക്കളയിൽ കയറുമ്പോൾ ഇവൻ ഉടനെ വരുമല്ലോ പുറകെ സഹായിക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് മോളെ. സത്യത്തിൽ മോളുടെ ഭാഗ്യമാണ് ഇവൻ. ഇപ്പം നിങ്ങളുടെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മലാണ്. എൻ്റെ രമേ, എൻ്റെ മോനെ ഇങ്ങനെ ഒരു പെൺകോന്തരായി പോയല്ലോ. അവളെങ്ങാനും അടുക്കളയിൽ എന്തെങ്കിലും ജോലിക്ക് കയറി അവനും ഉടനെ ചുറ്റിപ്പറ്റിയുണ്ടാവും. അവൾ വല്ല അലക്കാനോ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ മണപ്പിച്ചോണ്ട് പുറകെ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോ എൻ്റെ വയറ്റിൽ പിറന്നത്. ആ മോൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് എണീറ്റോ? അമ്മ ഇത് ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോൾ അതെടുത്ത് കുടിക്കട്ടോ, അവനും കൊടുക്കട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ഉച്ചയൊക്കെ ഒന്നും പതിവില്ലാത്തതാണേ. ഇനി അഥവാ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ തന്നെ എല്ലാ പണിയും വീട്ടിൽ ചെയ്തിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. എന്നെ പണ്ടോട്ടെ എൻ്റെ അമ്മ അങ്ങനെയാണ് ശീലിപ്പിച്ചിട്ടുള്ളത്. മോളിതൊന്നും ശീലിച്ചിട്ടില്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. മോള് പോയി ചായ കുടിക്ക്, ചെല്ല്. ആ മോളാണ് ഈ ഷർട്ട് അലക്കിയേ? എന്ത് പറ്റാതാ, ഈ ഷർട്ടിലുള്ള അഴുക്കൊക്കെ കണ്ടില്ലേ, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. മോളിത് വാഷിംഗ് മെഷീനിൽ ഇട്ടാണ് അലക്കിയേ? ആ അങ്ങനെ പറ, ചുമ്മാതല്ല. അവനാണ് ഈ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. മോളൊരു കാര്യം ചെയ്യും, ഇനി തൊട്ട് മോൾ കല്ലയിൽ അലക്കിയാൽ മതി കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ട് അഴുക്ക് പോയാലെന്നേ. മോൾ അവനെ ദേഷ്യമൊന്നും പിടിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല സന്തോഷത്തിന് വേണ്ടി അമ്മ ഈ പറയുന്നു. ഇത് ശരി മോളെ, ചെല്ലു. അമ്മനവനെ പള്ളി പോയില്ലേ? എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? അത് മോളെ, ഇവിടെ വല്യച്ഛനെ ഉച്ചയ്ക്ക് കുർബാന ചൊല്ലാറില്ല. ഞായറാഴ്ച 7 മണിക്കാണേ കുർബാന. അതിപ്പോൾ എന്നെ ആരെങ്കിലും വിളിച്ചിട്ടാണ് ഞാൻ എണീക്കുന്നത്. അടുത്ത ആഴ്ച ആവട്ടെ. മോളെ നേരത്തെ വിളിക്കാം കേട്ടോ അമ്മ.